ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് മുതിര ഉപ്പേരിയാണ്. മഴക്കാലത്ത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതായ ഒരു ധാന്യമാണ് മുതിര. പാലക്കാടൻ ഭാഷയിൽ കൊള്ള എന്ന് പറയും, കൊള്ളുപ്പേരി. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഞാൻ ഈ ഗ്ലാസ് അളവിൽ ഒരു 1.5 ഗ്ലാസ് മുതിരയാണ് എടുത്തിട്ടുള്ളത്. അത് ഒരു പാനിൽ നന്നായിട്ട് വറുത്തെടുക്കണം. ഇങ്ങനെ വറുത്തെടുത്ത ശേഷം 1 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർക്കണം. ഇപ്പോൾ ഇതിൻ്റെ നിറം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പൊട്ട് കേൾക്കാം. അതാണ് അതിൻ്റെ പാകം. ഇങ്ങനെ പൊട്ടി പൊട്ടി വരും. കരിയാൻ പാടില്ല. കരിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് യാതൊരു ടേസ്റ്റും ഉണ്ടാവില്ല. ഈ ഒരു സ്വർണ്ണ കളർ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? തീ ഓഫ് ചെയ്യും. ഇതൊന്ന് ആറിയ ശേഷം മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. 1 മണിക്കൂർ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വെള്ളം ഒഴിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ മുകളിൽ പാറി നിൽക്കുന്ന മുതിരകളെയൊക്കെ നമ്മൾ കോരി കളയണം. ഇതൊന്നും നല്ല മുതിരയല്ല, കേടുള്ള സാധനമാണിത്. അതിന് ശേഷം ഈ അടി കിടക്കുന്ന സാധനം ആണ് നമ്മൾ വേവിച്ചെടുക്കുക. ഉപ്പേരി ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങളാണിത്. ചുവന്നുള്ളി പൊടിയായി അരിഞ്ഞത്, ഒരു 1/4 മുറി നാളികേരം ചെറുതായി ചിരവി എടുത്തത്, ഒരു പിടി കറിവേപ്പിലയും, ഒരു 10-15ഓളം അല്ലി വെളുത്തുള്ളിയും. വെളുത്തുള്ളിയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. കാരണം ഇതിന് ഗ്യാസ്ട്രിക് സ്വഭാവമുള്ളത് കൊണ്ട് ഈ ഒരു വെളുത്തുള്ളി അത് പരിഹരിക്കും. ഇനി നമ്മുടെ കുതിർത്ത് വെച്ച മുതിര കുക്കറിൽ വറുത്തതായതുകൊണ്ട് 4 വിസിൽ മതിയാകും. വറുത്ത് വയ്ക്കുമ്പോഴാണ് ഇതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരുന്നത്. പച്ചയ്ക്ക് വെള്ളത്തിലിട്ട് അങ്ങനെ വയ്ക്കുകയാണെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതിലേക്ക് ഞാൻ നുള്ളു മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് വലിയ മുളക് ചതച്ചിട്ടിട്ടാണ് വെക്കുക സാധാരണ. പക്ഷേ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഈ മുളക് അവർക്ക് എരിവുണ്ടാക്കും. അതുകൊണ്ട് മുളക് പൊടിയാണ് ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി നമ്മൾ ഇട്ട് കൊടുത്ത ശേഷം ഇത് ഒരു 4 വിസിൽ വരുന്നത് വരെ വേവിക്കുക. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മുതിരയിൽ നല്ലോണം കല്ലുണ്ടാവും. അതിങ്ങനെ അരിച്ചരിച്ചിട്ട് വേണം നമ്മൾ എടുത്തിട്ട് വേവിക്കാൻ, അല്ലെങ്കിൽ കടിക്കുന്നതൊക്കെ കല്ലായിരിക്കും. ഇതിൽ നല്ലോണം കല്ലുണ്ട്. ഉപ്പേരി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ 2 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടി വന്ന ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില ഇതിന് മസ്റ്റാണ്. അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതിനുശേഷം ഇട്ട് കൊടുക്കുന്നത് ചുവന്ന ഉള്ളിയാണ്. ഒപ്പം തന്നെ വെളുത്തുള്ളിയും. ഇത് അത്യാവശ്യം മൊരിയുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ മുതിരയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് വിസിൽ പൂർണ്ണമായും പോയ ശേഷമേ തുറക്കാവൂ. ഇതിൽ അധികം വെള്ളം ചേർക്കാൻ പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ മുതിരയുടെ ഒപ്പം മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ വേവിക്കുമ്പോൾ. ഇത് വെള്ളത്തോടു കൂടിയാണ് നമ്മൾ ഈ ഉപ്പേരിയിലേക്ക് ചേർക്കുന്നത്. വെള്ളം ഒരിക്കലും കളയരുത്. ആ വെള്ളം ഇതിൽ കടന്ന് വറ്റണം. അപ്പോഴാണ് ഇതിലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ യോജിച്ച് നല്ലൊരു സ്വാദ് വരിക. ഏകദേശം തിളച്ച് വരുന്ന സമയത്ത്, ഒന്നും കൂടി തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ എന്ത് ചേർക്കുന്നത്? നാളികേരം ചേർത്ത് കൊടുക്കുന്നത്. ഈ നാളികേരം ഒന്ന് വേവണം, ഇതിലേക്കൊന്ന് ചേരണം. അത് നന്നായി ഇളക്കി കൊടുത്തിട്ട് തീ സിമ്മിലിട്ടിട്ട് ഒരു 10 മിനിറ്റോളം ഇങ്ങനെ സിമ്മിൽ കിടക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി.
അപ്പം നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ട്രൈ ചെയ്യണം. ഇതിന് പഴയകാല ഒരു ഓർമ്മ കൂടിയുണ്ട്. എൻ്റെ അമ്മ എന്നും സ്കൂളിലേക്ക് പോകുമ്പോൾ ഈ കൊള്ളുപ്പേരിയും തൈരും ചോറുമാണ് തന്നു വിടാറ്. അന്ന് നല്ല ടേസ്റ്റോടുകൂടി അത് കഴിച്ചു. ഇപ്പോൾ അതേ ടേസ്റ്റ് തന്നെയാണ്. ഇതിന് ഒരു കുറവും വന്നിട്ടില്ല. അമ്മയുണ്ടാക്കുന്ന അതേ രുചിയിലാണ് ഞാൻ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുള്ളത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ശരീരത്തിന് വേണ്ടപ്പെട്ട ഈ ഒരു ഉപ്പേരി ആഴ്ചയ്ക്ക് ഒരിക്കലെങ്കിലും നമ്മൾ കഴിക്കുന്നത് നല്ലതാണ്. കുതിരകൾക്കൊക്കെ ഇത് കൊടുക്കുന്നത് ശക്തി ഉണ്ടാവാനാണ്. അതുപോലെ നമ്മുടെ മക്കൾക്കും ഇത് വളരെ ഉപകാരപ്പെടും. ചിക്കനും മട്ടനും മുട്ടയും മീനും മാത്രം പോരാ, കുട്ടികളെല്ലാം കഴിച്ച് വളരട്ടെ. അടുത്ത ഡിഷുമായി വരുന്നതാണ്. പിന്നെ കാണാം.